ഇവിടെ പലപ്പോഴും ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളിൽ പലപ്പോഴും പെട്ടെന്ന് വരുന്നൊരു കാര്യമാണ് വർഗീയത, മതസ്പർദ്ധ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരികയും മീഡിയ ചർച്ചകളാക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓണം ഏതും ആയിക്കോട്ടെ, ഓണം ആഘോഷിക്കാൻ പറ്റില്ല മതപരമായി ഇന്ന റീസൺസ്, അതായത് അതിൽ ബഹുദൈവാരാധനയുടെ എലമെന്റുകളുണ്ട്, അതിൽ ഹൈന്ദവതയുടെ എലമെന്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബഹുദൈവാരാധനയുടെ എലമെന്റുകളുടെ ഒരു ഏകദൈവ വിശ്വാസിക്ക് ഒരിക്കലും ആ നിലക്ക് അതിനോട് സഹകരിച്ച് പോകാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കുന്നു എന്ന ഒരു പൊസിഷൻ ഒരു മുസ്ലിം വിശ്വാസി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ പൊസിഷൻ എടുക്കുമ്പോൾ ഇത് വർഗീയതയാണ് എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നത് ഇവിടെയുള്ള ഹൈന്ദവരായ ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ഇതൊരു പ്രശ്നമല്ല. കാരണം ഇവിടെയുള്ള ഹൈന്ദവർ ഞങ്ങളുടെ ആഘോഷങ്ങളും ഞങ്ങളുടെ ആചാരങ്ങളും അതേപോലെ മുസ്ലിങ്ങളും ആചരിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർ ആചരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളോട് അവർക്ക് എന്തോ ഒരു വർഗീയത ഉണ്ടെന്ന് ഇവിടെയുള്ള ഹിന്ദുക്കൾക്കാർക്കും അങ്ങനെ തോട്ടില്ല. കാരണം ഇത്രയും കാലം ഒരു 10-15 വർഷമായിട്ടാണ് ഓണാഘോഷം വലിയ രൂപത്തിൽ ഇപ്പോൾ ക്യാമ്പസുകളിലേക്ക് അടക്കം വലിയ രൂപത്തിൽ കടന്നു വന്നിട്ടുള്ളത്. കുറച്ച് കാലത്തിന് അതിന് മുമ്പൊക്കെ എല്ലാവരും അവരവരുടെ ആഘോഷങ്ങളുമായിട്ട് പോകുന്നു. വലിയ പെരുന്നാളിന് മുസ്ലിങ്ങൾ ആഘോഷിക്കും, ചിലപ്പോൾ അതിൻ്റെ ഭക്ഷണം കൊടുക്കില്ല, അങ്ങനെ ആ രൂപത്തിലാണ് പോയിരുന്നത്. ഇപ്പോഴാണ് അത് കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുള്ളത്, ക്യാമ്പസുകളിലൊക്കെ വലിയ രൂപത്തിൽ ആഘോഷങ്ങളായി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു മുസ്ലിം ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അത് വിശ്വാസപരമായ കാരണങ്ങൾ കൊണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതോ ഒരു വർഗീയതായിട്ട് ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക്, സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് ഒരിക്കലും തോന്നില്ല. പക്ഷെ അങ്ങനെ തോന്നാത്തൊരു സാധനം ഈ ഒരു മീഡിയ അജണ്ടയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് ഒരു സ്യൂഡോ സെക്കുലർ എന്നുള്ള ആ ഒരു രൂപത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു അജണ്ട പുഷ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വർഗീയമായ ചിന്തകൾ വരിക. അത് ഈ വിഷയത്തെ വളരെ നോർമലായി ഓക്കെ പിന്നാൾ പങ്കെടുക്കുന്നില്ല, അവനെന്തോ വിശ്വാസമായിട്ടെന്തോ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നോർമലായി അവഗണിച്ച് പോകുന്ന ആളുകൾ പോലും ഒരു ദിവസം 10-15 പോസ്റ്റുകളും വാർത്തകളുടെ ഫീഡുകളും ഇതിൽ കണ്ടതുകൊണ്ട് അപ്പോൾ അവൻ ഒരു വർഗീയവാദിയാണല്ലേ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറുന്നു. അതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം, അജണ്ട ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഓണം ആഘോഷിക്കുന്നില്ല, അവിടെ ആഘോഷിക്കരുത് വോയിസ് ഇട്ടു. അപ്പോൾ അത് വിശ്വാസപരമായ കാര്യം കൊണ്ട് ഓൾറെഡി നടക്കുന്ന ഒരു കാര്യമാണ്. അതിനെ പെട്ടെന്ന് അജണ്ട പുഷ് ചെയ്തിട്ട് എന്തൊരു ഭീകരവൽക്കരിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ ശബരിമലയുടെ കേസ് ഒരു 10 മീഡിയകൾ ഒരു ദിവസം 10 വാർത്തകൾ കൊടുക്കാണ്. ഇന്നയാൾ ഇന്നടത്ത് വെള്ളം കുടിച്ചില്ല, ഇന്നയാൾ ഇന്നടത്ത് ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുവരെ ഒന്നും തോന്നാത്ത മുസ്ലിങ്ങൾക്ക് പോലും അവൻ വർഗീയവാദിയാണെന്നുള്ളത് ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് നമ്മളൊന്ന് സങ്കല്പിക്കുക. ഒരു ദിവസം ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു, ശബരിമലയിൽ പോകുന്ന ഒരു യുവാവ് മുസ്ലിം യുവാവിന് അയച്ച വോയിസ് കേൾക്കുക, ഞെട്ടിപ്പിക്കുന്ന വോയിസ് കേൾക്കുക. എന്നിട്ട് പറയാണ്, ഞാൻ ശബരിമലക്ക് പോകാൻ ഇറങ്ങിയത് മാലയിട്ടതായിരുന്നു, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്, വിശ്വാസപരമായ ഒരു കാരണമാണ് കേട്ടോ. ഇതാണ് വോയിസ്. അപ്പോൾ അതിന് കണ്ടോ, ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഒരു സാഹോദര്യമുള്ള ഈ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു വോയിസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, എവിടേക്കാണ് ഇത് പോകുന്നത്? അപ്പോൾ തന്നെ അടുത്ത ചാനൽ വേറെ അടുത്തേക്ക് കൊണ്ടിട്ട് അതവിടെ തൃശ്ശൂരുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 60 വയസ്സുള്ള ഒരു അമ്മമ്മയാണ് തൊട്ട അയൽവാസിയായിട്ടുള്ള മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് വലിയ രൂപത്തിൽ എസ്കലേറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ കാസർഗോഡ് നിന്ന് അവിടെയും ഒരു യുവാവ് ഇങ്ങനെ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വേറെ റിപ്പോർട്ട്, വീണ്ടും ഒരു ഹിന്ദു മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്ത് നിന്ന് വേറെ റിപ്പോർട്ട്, അത് അവിടുന്ന് ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് കൂടി കഴിക്കില്ല എന്ന് പറഞ്ഞതായിട്ട് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആകെ പ്രശ്നമാണ്. ഈവൻ ചിലപ്പോൾ മുസ്ലിങ്ങളെ ആൾക്കാർക്ക് പഠിച്ചോ ഇതിപ്പോൾ എന്തോ പ്രശ്നമുണ്ടോ എന്ന് തോന്നിപ്പോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരു ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കുക.